നീ മരിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്റെ അനിയൻ ഇപ്പൊ തേടി വന്നത് അവൻ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ? അവനെ കഷ്ടപ്പെടുത്തിയതൊന്നും പോരാഞ്ഞിട്ടാണോ നീ? അവനോട് പ്രതികാരം ചെയ്യാൻ തന്നെ ഞാൻ തിരിച്ചു വന്നത്. അവനെ ഇല്ലായ്മ ചെയ്യാൻ, അവന്റെ കുടുംബത്തെ മൊത്തം ഇല്ലായ്മ ചെയ്യാനാണ് ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. എന്റെ ഈ പ്രതികാരം മാത്രമേ നിനക്ക് അറിയുള്ളൂ. ഞാൻ അവനെ എത്രയധികം സ്നേഹിച്ചിരുന്നെന്ന് നിനക്കറിയോ? കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പ്രണയത്തിലേക്കായത് എന്റെ തുടക്കമായിരുന്നു. പക്ഷെ ഒരുപാട് പേര് അതിനെ എതിർത്തിരുന്നു. ഓ മൈ ബേബി, നീ പ്രാക്ടീസ് പകുതിക്ക് വെച്ച് നിർത്തുന്ന നന്നായി, അല്ലെങ്കിൽ ഫുള്ള് കൺട്രോൾ പോയേനെ. ജഗു, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ അത് തന്നെ ചെയ്യുള്ളൂ അല്ലേ? എത്ര പേര് അവിടെ നിൽക്കുന്നത് ഇവരുടെ മുന്നിലേക്ക് വെച്ചിട്ട് വേണം ഈ ഫ്ലേട്ടിങ്. എന്റെ ബേബിയിലെ ഫ്ലേട്ട് ചെയ്യുന്നത്, അത് തന്നെ ഇവിടെ പ്രശ്നം. അതിനെന്തത്ര പ്രശ്നം? നമ്മൾ തമ്മിൽ റിലേഷനാണെന്ന് ഇവിടെ ഒരുപാട് പേർക്ക് അറിയാം. പിന്നെ അത് കണ്ണി പിടിക്കാത്ത കുറെ ചൊറിയന്മാരുണ്ട്, അവന്മാരെ ഞാൻ കണക്കിലെടുക്കുന്നില്ല. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കാതെ, എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് വല്ലതും കഴിക്കാൻ പോവാം. പ്രണയ ജോഡികൾ പോകുന്ന കണ്ടില്ലേ? ഇവന്മാർക്ക് നാണൊന്നുമില്ലേ? അവന്മാർക്ക് അതില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടടാ. എന്താ അവന്മാരെ പോക്ക്? ശരിക്കും അവന്മാരെന്ന് പെരുമാറണം. അതിനൊരു അവസരം നമുക്ക് കിട്ടും. ഒന്ന് വേഗം വരുന്നുണ്ടോ ബേബി? ഇശന്ന് കുടല് കരഞ്ഞു തുടങ്ങി. വന്നു ജഗ്ഗു, ഇന്ന് നൈറ്റ് എന്താ പരിപാടി? ബേബി, നിന്റെ ഫോൺ അടിക്കുന്നു. നോക്കാം. ചേച്ചു, ചേച്ചി, ബേബി ആരാ വിളിക്കുന്നത്? അത് എൻ്റെ ബ്രദറാ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ എടുക്കട്ടെ. ഓ, ആ കാലനായിരുന്നു. ഇവന് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പൊ നോക്കിയാലോ അത്. അതെ, നീ എന്നാ നാട്ടിലേക്ക് വരുന്നത്? ഞാൻ ഹാപ്പിയാ. കൂടെയുണ്ട്. ധൃതിയായോ? ഓ, വെച്ചിട്ട് പോയോ? ഈ കട്ടുറുമ്പിന് എന്തെങ്കിലും ഞാൻ കൈകൊണ്ട് അങ്ങനെ പിടിച്ചെടുക്കും. ഹലോ, നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ ചെങ്കു. എന്തിനാ എൻ്റെ ബ്രദർ ഇങ്ങനെ പറയുന്നത്? അവൻ എത്ര ക്യൂട്ട്, എത്ര സ്വീറ്റ് ആണെന്ന് അറിയോ നിനക്ക്? എപ്പോ നോക്കിയാലും അവനെന്നെ കണ്ടിട്ട് പോയില്ല, പിന്നെ എന്തിനങ്ങനെ കുറ്റം പറയുന്നത്? ഓ, സ്വീറ്റ് ആൻഡ് ക്യൂട്ട് മൈ ഫുഡ്, ഐ ഡോണ്ട് കെയർ. നീ എപ്പോഴും എൻ്റെ അടുത്ത് സംസാരിച്ചു ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും അപ്പം വിളിക്കും. ഡിസ്റ്റർബൻസ് ആയിട്ട് നിന്റെ ഒരു ബ്രദർ, നിന്റെ സ്വന്തം ബ്രദർ എന്നല്ല, നിന്റെ കസിൻ ബ്രദർ അല്ലേ? നീ എന്തിനാ അവന് ഇത്ര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്? ജഗ്ഗു, നീ ജലസ് അടിക്കുന്നുണ്ടോ? അവനെൻ്റെ ബ്രദറാ, എൻ്റെ വല്യച്ഛൻ്റെ മകനാ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ. അങ്ങനെയൊന്നുമില്ല, അവൻ നമ്മുടെ പ്രൈവറ്റ് ടൈമിൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നോണ്ട് പറഞ്ഞെന്നുള്ളൂ. എനിക്ക് ജലസൊന്നുമില്ല. നോ. ഓ, എൻ്റെ ഹോട്ട് ഡാഡിക്ക് തീരെ ജലസില്ല. ഇപ്പൊ ബേബി ആയല്ലോ. ബേബിയാണോ ഡാഡിയാണോ നിനക്ക് ഞാൻ ശരിക്കും കാണിച്ചു തരാം. അയ്യോ, വീടും ജഗ്ഗു, പാചകത്തിന്റെ പണി കഴിഞ്ഞു. അത് കഴിച്ചേ? കഴിയാറായി. ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. ജഗ്ഗു അവിടെ ഇരുന്നു. ഇതും കൂടി കഴിക്കേ. എനിക്ക് മതി. ഞാനിതൊക്കെ കഴുകി വയ്ക്കാവേ. നീ പോയി കിടന്നോ, ഞാനിപ്പോൾ തന്നെ വരാം. നീ ഇന്നലത്തെ വർക്ക് നീയല്ലേ ചെയ്തേ, ഇന്ന് ഞാൻ ചെയ്യാം. ഓക്കെ ബേബി, താങ്ക് യു. വേഗം വരണേ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഓ, വേഗം വരാന്ന് പറഞ്ഞ ആളാ, ഇതുവരെയായിട്ടും കാണാനില്ലല്ലോ. തേജു, ഞാൻ വന്നു. എന്താണ് ഉറക്കായില്ലേ? എന്നെ ഡാഡി ഉറങ്ങാറായില്ലേ? തേജു, നിന്നെ ഞാൻ. എൻ്റെ ബേബി, എന്താ നീ ഇപ്പോഴത്തെ വെക്കേഷന് വീട്ടിൽ പോകുന്നില്ലേ? ഞാൻ ഡാഡിയോട് വരുന്നില്ലെന്നാ പറഞ്ഞത്. നീ പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്. കൂട്ടത്തിൽ നീ എൻ്റെ കൂടെ വരും. അമ്മയച്ഛനും കുറേ നാളെ നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ നീ എന്നാ ഡാഡിയോട് നമ്മുടെ കാര്യം പറയുന്നത്? അറിയില്ല, ഡാഡിയോട് പറയാൻ ചെറിയൊരു പേടിയുണ്ട്. പേടിയുണ്ടെങ്കിൽ നീ പതിയെ പറഞ്ഞാൽ മതി. എൻ്റെ വീട്ടിൽ നമ്മുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാ. നിന്നെ കാണാൻ വേണ്ടി ഒരു കാത്തിരിക്കുക. ശരിക്കും നിന്റെ ഫാമിലി ചെറുതാണെങ്കിലും എത്ര സ്വീറ്റ് ആണെന്നറിയോ? എൻ്റെ ഫാമിലിയോ? നമ്മുടെ ഫാമിലി എന്ന് പറയൂ ബേബി. അയ്യോ ചെക്കു, എനിക്ക് ഉറക്കം വരുന്നില്ല ബേബി. എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് വേണം. അതിന്
ഫോണിലൂടെയല്ലേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ മോനെ. എത്ര നാളായി മോനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയണമെന്നറിയോ? പക്ഷേ ഇവൻ പറഞ്ഞാൽ കേൾക്കണ്ടേ. മിസ്സിസ് അതിഥി കിരൺ, എന്റെ ബോയ് ഫ്രണ്ടിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ആ, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് നിന്റെ കുറ്റം മാത്രം പറഞ്ഞു കൊടുക്കാൻ നേരുണ്ടാവുള്ളൂ. ഹായ് തേജസ്. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടായി. അല്ല, 2 ദിവസം കൂടുതൽ നിൽക്കാത്ത ആളാണല്ലോ. തിരിച്ചു പോവാറായില്ലേന്നാ. ജഗ്ഗു, എന്താടാ അത്? അല്ലെങ്കിൽ അവൻ മാസത്തിൽ 2 ദിവസം വന്ന് നിൽക്കുന്നുള്ളൂ. ഇനി നീ പറഞ്ഞ് ആ 2 ദിവസം കൂടെ ഇല്ലാതാക്കണ്ട. തേജു മോനെ, മോൻ വാ. അമ്മേ, അച്ഛനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ, അങ്ങനെ രാവിലെ നികുതി അടയ്ക്കാനെന്ന് പറഞ്ഞ് വില്ലേജിലേക്ക് പോയതാ. കുറച്ച് കഴിഞ്ഞാൽ വരും. ആ ബേബി, നീ റെഡിയായോ? ആ, വന്ന ക്ഷീണുണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് ഫ്രഷായി. ജഗ്ഗു, നീ എന്താ ഈ ഡ്രസ്സില്? എന്താ പുറത്തു പോകാൻ നിൽക്കുകയാണോ? അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വില്ലേജിൽ എന്തോ കാര്യത്തിന് എന്നോട് ഹരിയോടും ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാം. എന്നെ തനിച്ചാക്കിയിട്ട് പോവാണോ? അതെങ്ങനെയാ? ഞാനും വരുന്നുണ്ട് ജഗ്ഗു. എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ. ഓ മൈ ബേബി, റിലാക്സ്. എൻ്റെ അമ്മയുണ്ട് ഇവിടെ, നീ പേടിക്കണ്ട. അമ്മ തന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. ഞാൻ പോവാണേ, ബായ്. എന്തിപ്പോ ചെയ്യാൻ, ബോറടിക്കുന്നു. അമ്മേ. ആ മോനോ, എന്തേ? അതൊന്നുമില്ല അമ്മേ, അകത്തിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. അമ്മ പണിയിലാണോ? എന്ത് പണി പോലെ? അമ്മ ഈ ഗാർഡനിങ് ഒക്കെ ചെയ്യായിരുന്നു. അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മുറ്റത്തുള്ള ചെറിയ പണികൾ നോക്കാന്ന് വിചാരിച്ചു. അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഒരു ബുദ്ധിമുട്ട്? ചോദിക്കാതെ ചോദിച്ചൂടെ മോനെ, ഞാനും മോന്റെ അമ്മ തന്നെയാ. അമ്മേ, എല്ലാ പാരൻസിന്റെ മനസ്സിലും സ്വന്തം മക്കളെ കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, കുട്ടികള് എല്ലാം. ഞാനും ജഗ്ഗുവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിഞ്ഞത്? എനിക്കുണ്ട് ആഗ്രഹങ്ങൾ. പക്ഷെ അതും പറഞ്ഞ് എൻ്റെ മോൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ഇഷ്ടങ്ങളും സന്തോഷം ഇല്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവും ഈ ലോകത്ത്? എനിക്ക് പ്രായമായി വരല്ലേ. ഭാവി എൻ്റെ മോൻ്റെയാ. അവൻ്റെ സന്തോഷവും അവൻ്റെ സമാധാനവും എനിക്ക് വലുത്. ജനിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതാ. പക്ഷെ എൻ്റെ ഡാഡ എനിക്ക് ആ കുറവൊന്നും വരുത്തിയിട്ടില്ല. അമ്മയില്ലെന്നുള്ള ദുഃഖം എനിക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഇതുപോലൊരു അമ്മ എനിക്ക് ഉണ്ടായിരുന്നെങ്കിന്ന്. എനിക്ക് ജഗ്ഗുവിനോട് ശരിക്കും പറഞ്ഞാൽ അസൂയ തോന്നുന്നുണ്ട്. മോനോട് അമ്മ നേരത്തിനല്ലേ പറഞ്ഞേ ഞാൻ മോൻ്റെയും കൂടെ അമ്മയാണെന്ന്. താങ്ക് യു അമ്മേ. എൻ്റെ മോനെ. അതിഥി നീ ഇത് എവിടെയാ? ഈ രാത്രി വരെ വില്ലേജിൽ എന്തായിരുന്നു പരിപാടി? അല്ല, പിള്ളേരെവിടെ? വില്ലേജിൽ 3 മണിക്ക് ഇറങ്ങിയത് അതിഥി. പക്ഷെ എന്താ ചെയ്യാ, ദാസപ്പന്റെ കടയിലൊരു പ്രശ്നം. അതൊന്ന് ഒത്തുതീർപ്പാക്കാൻ നിന്നു. പിള്ളേര് വരുന്നുണ്ട്. മോനെ ക്ഷമിക്കണം കേട്ടോ, ചെന്നൊന്ന് വൈകിപ്പോയി. അയ്യോ, അതൊന്നും കുഴപ്പമില്ല അച്ഛാ. മതിയുടെ ചെറുക്ക എന്നെ നോക്കിയത്. അയ്യോ, അവൻ്റെ ഒരു നാണം കണ്ടില്ലേ? നമ്മുടെ അമ്മയ്ക്കിപ്പോൾ നമ്മളെയൊന്നും വേണ്ട. തേജന് കിട്ടിയതിന് ശേഷം അവൻ മതി. എന്തായാലും പണത്തിൻ്റെ അഹങ്കാരമൊന്നുമില്ല ചെറുക്കന്. അതുകൊണ്ടല്ലേ ഏട്ടാ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായത്, എൻ്റെ തേജസിനെ. ആയിക്കോട്ടെ. നീ എന്നെ കൊണ്ടുപോകാന്ന് വിചാരിക്കണേ, ഞാൻ വരില്ല. ദേ തേജു, നീ കളിക്കലായിട്ട് ബേബി. നിന്റെ വീട്ടിലവസരം നിന്നെ അന്വേഷിച്ചു കൊടുക്കും. നിന്നെ കോളേജിലും കൂടി കണ്ടില്ലെന്നും പറഞ്ഞിട്ട്. എനിക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമാവുന്നില്ല. എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി. ബേബി ഇപ്പം നിൽക്കുന്നുണ്ടല്ല, നിന്റെ ഡാഡയുടെ അടുത്ത് വിവരം പറഞ്ഞിട്ടില്ല. നീ ആദ്യം തിരിച്ചു തന്ന് ഡാഡയുടെ അടുത്ത് നമ്മുടെ കാര്യം തുറന്നു പറയും. ഡാഡയുടെ അനുവാദത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇല്ലെങ്കിൽ ഡാഡ പിന്നീട് ഇത് അറിയുമ്പോൾ ഒരുപാട് വിഷമിക്കില്ല തേച്ചു. ശരിയാ, ഞാനത്ര ആലോചിച്ചില്ല. എനിക്കിവിടുന്ന് പോവാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ അമ്മയും അച്ഛനെയും ഏട്ടനെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഡാഡിയോട് ഉടനെ തന്നെ ഞാൻ ഈ വിവരം പറയും. ഡാഡിയോട് സമ്മതത്തോടു കൂടി ഇവിടെ വന്ന് നിൽക്കും.
ഇതാ വരുന്നടാ ആ നാണമ്മാനില്ലാത്തവന്മാര്. തീയലസ് ആണത്രേ. അവന്മാർക്ക് പോയി പണി കൊടുത്താലോ? എന്താണ് ജഗദേവ് ആൻഡ് തേജസ് ഹണിമൂണ് കഴിഞ്ഞ് വരികയാണോ? അതേടാ, അതിന് നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ജക്കു, അവരുടെ അടുത്ത് പ്രശ്നത്തിൽ നിൽക്കണ്ട, നീ വന്നേ. അറിയാടാ, നീയൊക്കെ അതിനെ പോയിട്ടുണ്ടാവുന്നു. നിന്നെ പോലെയുള്ളതിനും ഇവിടെ പാഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതന്നെ പ്രകൃതി വിരോധി. ഇവിടെ നായിന്റെ മക്കളെ, ഓരോടാ പ്രകൃതി വിരോധി? കോമൺ സെൻസ് ഒന്നും ഇല്ലാതെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നീയൊക്കെ ആണോടാ? ജക്കു, പ്രശ്നമൊന്നും വേണ്ട, നീ വന്നേ. എന്നെ വിട് വിട് ബേബി. ജക്കു വേറെ, എനിക്ക് പ്രശ്നത്തിനൊന്നും വഴിക്കണം താല്പര്യമില്ല. നീ വന്നേ. എങ്ങോട്ടായി പിടിച്ചു വെച്ച് കൊണ്ടുവിടും നീ? അവന്മാര് പറഞ്ഞൊരു 4 മറുപടി തിരിച്ചു പറയാതെ അവരെ പേടിച്ച് ഓടി വരികയാണോ വേണ്ടത്? എന്നാ നീ എല്ലാത്തിനും പേടിക്കുന്നേ? ചെല്ല് 4 or 10 മറുപടി അവർക്ക് പറഞ്ഞു കൊടുക്ക്. അവർ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്താൽ അവർക്ക് പ്രശ്നമൊന്നും വരില്ല, നിനക്കേ വരുള്ളൂ. നിങ്ങളെ സ്കോളർഷിപ്പിലാണ് പഠിക്കണമെന്നുള്ളത് നീ മറക്കരുത്. ഓ, ഞാൻ മറന്നുപോയി, ഓർമ്മിപ്പിച്ചതിന് നന്ദി. നിന്റെ ഡാഡി അമ്മമാരുടെ ഡാഡന്മാരൊക്കെ ഇവിടെ ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കാരല്ലേ, അവർക്കൊക്കെ എന്തും ആവാം. ഞാനൊക്കെ വായം മൂടി മിണ്ടാതെ നടക്കണം. ജഗ്ഗു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തിനാ നീ പറയുന്നേ? പറഞ്ഞിടത്തോളം മതി, എനിക്ക് പ്രത്യേകിച്ചൊന്നും കേൾക്കണമെന്നില്ല. ജഗ്ഗു, ആമാ ഇവിടെ നല്ല മഴയുണ്ട്. വെറുതെ ഇരിക്കുക, ഹോസ്റ്റലിലാ. കുറച്ച് പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, അത് ചെയ്യണം. അവൻ ഇവിടെ ഇല്ല, വീട്ടിൽ പോയിക്കാ. 2 ദിവസം കഴിഞ്ഞിട്ട് വരൂ. വിളിച്ചിരുന്നോ? എന്ത് പറഞ്ഞു? ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്ന് ഹരി വിളിച്ചിരുന്നോ അമ്മ? അതെ അല്ലേ? ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം അമ്മ. ഓക്കെ. അച്ഛനോട് ഹരിയോടൊക്കെ പറയണേ. ഹരി ഞാൻ പിന്നെ വിളിച്ചോളാം. ബൈ അമ്മ. എൻ്റെ ബോയ് ഫ്രണ്ടിൽ എന്നെ വിശ്വാസമല്ല. എന്നോട് ദേഷ്യം പിടിച്ച് അവൻ്റെ വീട്ടിൽ പോയതല്ലേ, അവിടെ ഇരിക്കട്ടെ. ഞാൻ അവനെ വിളിക്കാനൊന്നും പോകുന്നില്ല. എന്നോട് മിണ്ടാൻ വരണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് മിണ്ടാൻ താല്പര്യമൊന്നുമില്ല. വരൂ എൻ്റെ അടുത്തേക്ക്. ഡാഡിയുടെ മോന് കോളേജിൽ വന്നത് ഇഷ്ടമായില്ലേ? മൂടവിടായിട്ടാണല്ലോ ഇരിക്കുന്നത്. പഴയൊരു ഉത്സാഹവും ഒന്നുമില്ലല്ലോ. എന്തു പറ്റി? കോളേജിൽ വല്ല പ്രശ്നമുണ്ടോ കുട്ടിക്ക്? ഒന്നുമില്ല ഡാഡാ, ഡാഡിക്ക് തോന്നുന്നായിരിക്കും. പിന്നെ കോളേജിൽ എന്തുവാ അടിച്ചു പൊളിക്കുകയല്ലേ. ഇന്നലെ വന്നതിൻ്റെ ക്ഷീണമായിരിക്കാം, മാറിയിട്ടില്ല. കോളേജിൻ്റെ വന്നതിൻ്റെ ക്ഷീണം. ഡാഡിയോട് പറയാതെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങിയല്ലേ നീ? നിന്റെ പ്രണയമൊക്കെ ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിച്ചോ? എന്താ ഡാഡാ അത്? തേജസ്, നീ എന്ത് ചെയ്താലും ഞാൻ അറിയില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ കോളേജിൽ തലതെറിച്ച് നടക്കുകയാണ്, കുട്ടികളായിട്ട് തല്ലുണ്ടാക്കി നടക്കുകയാണ്. ഐ ഡോണ്ട് കെയർ എനിത്തിങ്. നീ പഠിക്കുന്നില്ല, അതടക്കം ഞാൻ വിട്ടുകളയും. പക്ഷേ നിന്റെ പ്രണയം അത് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. ഒരു ബോയ് ആയിട്ട് ഞാൻ അംഗീകരിക്കത്തില്ല. അത് മനസ്സിൽ നിന്ന് മാച്ച് കളഞ്ഞേക്ക് മോൻ. നടക്കില്ല. ഒന്നാതെ ആ ചേർക്കാൻ നമ്മുടെ സ്റ്റാറ്റസിന് പോലും എത്തില്ല. ഡാഡ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി മര്യാദയ്ക്ക് പഠിക്കണേക്ക്, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക്. ആ ചെക്കൻ്റെ കാര്യം മറന്നേക്ക്. നിനക്കിട്ട് തരാൻ ഞാൻ നോക്കി വെച്ചിരിക്കായിരുന്നടാ. എന്താണ് പ്രശ്നം? തേജസ്, നീ ഇപ്പോഴാണോ വരുന്നേ? നിനക്ക് ഇവിടെ എന്താ പ്രശ്നം എന്നറിയില്ലേ? ജഗന്നാഥും അൻസിയുടെ ഗ്രൂപ്പും തമ്മിലാ പ്രശ്നം. ജഗ്ഗു, അവര് തമ്മിൽ എന്ത് പ്രശ്നം നീ പറയുന്നത്? ഇപ്പൊ 2-3 ദിവസമായിട്ട് ജഗന്നാഥും അൻസിയുടെ ഗ്രൂപ്പും തമ്മിൽ നല്ല വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇന്നലെ സാറ് വന്ന് ഒതുക്കിയ പ്രശ്നം. പക്ഷെ ഇന്നത് കയ്യേറ്റത്തിലെത്തി. അടിയാ അവിടെ നടക്കുന്നത്. നീയൊക്കെ എന്താ അവിടെ ചെയ്യുന്നത്? ഇത് കോളേജ് തന്നെയല്ലേ? പ്യൂണെ, എല്ലാത്തിനും കെട്ടിപ്പറിക്കണ്ടോ ക്യാബിനിൽ കൊടുത്തിട്ട് നോക്കി അവിടെ വെച്ചിട്ട്. ജഗന്നാഥ്, തേജു, രണ്ടാൾക്കും ഇന്നലെ ഞാൻ വാണിംഗ് തന്നതല്ലേ. വാക്ക് തർക്കം അത് പിന്നെയും സഹിക്കാം. കയ്യേറ്റം അത് ഞാൻ ഇവിടെ അനുവദിക്കില്ല.
എൻ്റെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പേടിപ്പിക്കാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. വാക്കുതർക്കം കയ്യേറ്റായി മാറിയപ്പോൾ കോളേജിന് ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമ്മാനം അങ്ങ് മക്കൾ പിടിച്ചേക്ക്. 1 മാസത്തെ സസ്പെൻഷനാ ജഗന്നാഥന്, ആൻസിക്ക് 1 വീക്കും. അതെന്താ പ്രിൻസിപ്പൽ സാർ ഒരു പക്ഷഭേദം? ഞാനിവിടെ സ്കോളർഷിപ്പിൽ പഠിക്കും, അവൻ്റെ അപ്പൻ്റെ ഡൊണേഷൻ കൊണ്ട് അവൻ പഠിക്കുന്നതുകൊണ്ടാണോ എനിക്കൊരു 1 മന്തിന് അവന് 1 വീക്കിനും സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്? അവൻ ആദ്യം അടി തുടങ്ങിയത്. അതേ ജഗതി, താടിയുള്ള അപ്പനെ പേടിക്കണല്ലോ. അവൻ്റെ അപ്പൻ്റെ കാശ് കൊണ്ടാ എനിക്കിവിടെ ഉണ്ടായ നാശനഷ്ടം പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരില്ലല്ലോ. നീ തന്നെ പഠിക്കുന്നത് സ്കോളർഷിപ്പിലാ. അധികം സംസാരിക്കാതെ പോവാ നോക്ക്. ഇപ്പം എന്തായി ജഗതി? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ അവരായിട്ട് അടി ഉണ്ടാക്കാൻ പോകരുതെന്ന്. പൈസ ഉള്ളിടത്ത് നിയമത്തിന് ഒരു വിലയുണ്ടാവില്ല. എനിക്ക് പണമില്ലെന്ന് കരുതി ആരുടെയും കാൽക്കീഴ് വീണ് കിടക്കാതെ എന്നെ കിട്ടത്തില്ല. എനിക്കും ജീവിക്കണം. ജീവിതം പണമുള്ളവർക്ക് മാത്രമുള്ളതല്ലല്ലോ. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ജഗ്ഗു. ഈ ലോകത്ത് പണത്തിനും പ്രശസ്തിക്കും തന്നെ മുൻഗണന. അങ്ങനെ ഇല്ലാത്തവരെ എല്ലാവരും ചവിട്ടി താത്താൻ നോക്കുള്ളൂ. അത് കണ്ടറിഞ്ഞ് ജീവിച്ച നിനക്ക് എന്താ കുഴപ്പം? നിനക്ക് പഠനത്തിലും നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ? അതല്ല, നിന്നെക്കുറിച്ച് പറയുന്നവരെ നീ ആരാണ് ബോധിപ്പിക്കാൻ നിൽക്കില്ല. നിനക്ക് ഏറ്റവും കൂടുതൽ നേരം കിട്ടുന്നത്. നീ എന്നെ ചവിട്ടി താത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഇപ്പോൾ. നീ അവരുടെ കൂട്ടത്തിൽ പെടുന്നത് തന്നെയല്ലേ? പണത്തിന്റെ ഉങ്ക് നീയും കാണിക്കുക എൻ്റെ അടുത്ത്. നീ എന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. നീ ആരാണെന്ന് എന്താണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അത് നിനക്കറിയില്ലേ? ഓ, ഞാൻ എന്താണെന്ന് ഏതാണെന്ന് അറിഞ്ഞിട്ടാ നീ എന്നെ സ്നേഹിച്ചത്. അപ്പോൾ എന്നോട് ഇഷ്ടം കൊണ്ടല്ല, സഹതാപം കൊണ്ടാണ് നിനക്ക് പ്രണയം. ഞാൻ എന്തിനാ നിന്റെ അടുത്ത് സഹതാപം കാണിക്കുന്നേ? ഞാൻ അങ്ങനെയല്ലല്ലോ നിന്നെ പ്രണയിച്ചത്. നീ എന്തിനാ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നേ? എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് നീ എന്നെ പ്രണയിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം. ഞാൻ നിനക്ക് ചേർന്നവനല്ല. പണവും പ്രശസ്തിയുണ്ടും ഞാൻ നിനക്ക് ആരും വരുന്നില്ല. അതല്ല നീ ഉദ്ദേശിക്കുന്നത്? നീ മില്യനറായ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ വൺ ആൻഡ് ഓൺലി സൺ തേജസ് ചന്ദ്രശേഖരൻ. അഹങ്കാരമല്ല നീ എന്റെ മുന്നിൽ കാണിക്കുന്നത്. ഓഹോ, അപ്പൊ അങ്ങനെയാണ്. ചേരാൻ പാടില്ലാത്ത നമ്മളെന്നുള്ളത് നിന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. എന്നത് ചേർക്കുന്നത് അത്ര നന്നല്ലല്ലോ. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിപ്പിക്കാം. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. പിരിയാനാണെങ്കിൽ അങ്ങനെ തന്നെ. നീ പോയിക്കോ, ഇനി വരണ്ട. എന്താ മോനെ ജഗന്നാഥ്, എന്താ പ്രശ്നം? കോളേജിൽ നിന്ന് സസ്പെൻഷൻ കിട്ടിയതാണോടാ നീ വീട്ടിൽ മരണവീട് പോലെ പെരുമാറുന്നേ? അത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഒന്നുമില്ലാണ്ടാണോടാ നിന്റെ കണ്ണ് നീ ധാരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിക്കരുതട്ടാ. ദേ, തേജുവായിട്ട് വഴക്കിട്ട് വന്നതാണല്ലേ നീ. തേജുവിന്റെ വിളി നീ അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നതും നീ ഇവിടെ വന്നിട്ട് അമ്മ കണ്ടിട്ടില്ല. അമ്മനെ കൊണ്ട് പറ്റുന്നില്ല. സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നീ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കേ. സംസാരിക്കും തോറും കൂടുതൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യും? അയ്യേ, നെഗറ്റീവ്. എന്തുവാടാ നീ കൊച്ചു കുട്ടികളാണ്ടി? നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ. നീ തേജുവിനെ കാണാൻ ചെല്ലേ. എന്തായാലും സസ്പെൻഷൻ ആയിരിക്കല്ലേ. ഒരു യാത്രയാവട്ടെ നിനക്ക്. ഒരു റീഫ്രഷ് ആവും. അവൻ്റെ അടുത്ത് സംസാരിച്ച് എല്ലാം ക്ലിയർ ആക്ക്. ചെല്ലെ, ഇന്ന് തന്നെ പുറപ്പെട്ടോ. ഇതിലിപ്പോൾ അവൻ്റെ റൂം എവിടെയാണാവോ? ഇതെന്തോന്നത്? വീടോ അത് കൊട്ടാരോ? അയ്യോ, പതിയെ പോവാം. ആരെങ്കിലും കേട്ട പണിയോ? ബേബി, തേജു, ഐ എം സോറി. നീ എന്താ ഇവിടെ? നീ ഇങ്ങനെ വീടിനകത്ത് കയറി? മതിലെ ചാടിയതാ. സോറി ബേബി, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നിനക്ക് അറിഞ്ഞൂടെ. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. അതിന് നീ ബ്രേക്കപ്പും പറഞ്ഞു പോരാണോ വേണ്ടത്? ആംഗ്രി ഇല്ല, ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ഭാവിയിൽ ഇനി ഇങ്ങനെയൊന്നും നേരിടാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഹൻസിനെ പോലുള്ള ഒരുപാട് പേരെ കാണേണ്ടി വരും. അങ്ങനെയുള്ളവരോട് തല്ലുണ്ടാക്കിയും വഴക്കുണ്ടാക്കിയാൽ നടക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. എനിക്കതിനൊന്നും താല്പര്യമില്ല. ഐ എം സോറി. ബ്രേക്കപ്പും സോറി എന്ന വാക്കുകൊണ്ട് മാത്രം തീർത്താൽ മതിയോ? നമ്മുടെ പ്രണയം ഇത്ര കാലം നമ്മൾ സ്നേഹിച്ച് നടന്നതിന് ഒരർത്ഥമില്ല. നോട്ട് ലവ്, ദിസ് ഇസ് എ പ്രാക്ടിക്കൽ.
നമ്മൾ തമ്മിൽ അന്തരത്തെക്കുറിച്ച് നീ പറഞ്ഞില്ലേ, അത് തന്നെയാ. എൻ്റെ ലെവലല്ല നീ. ഇനി എൻ്റെ പിറകെ വരരുത്. വന്നാ അത് ആപത്തായി മാറും. ഇത്ര കാലം പ്രണയിച്ചത് വെറുതെയാണെന്നാണോ നീ പറയുന്നത്? ഞാൻ അങ്ങനെയല്ല. ജഗന്നാഥ്, വിടാൻ. എനിക്കറിയാം നിന്റെ പിണക്കം മാറ്റാൻ. നീ എൻ്റെ കൂടെ വാ. ജഗന്നാഥ്, വിടാനാ പറഞ്ഞ്. വിടാ. ഡാ, തേജിനെ വിടറാ. ഡാ, ആരോടെ നീ? ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളുടെ ചെക്കനെ തൊടുന്നോ? എങ്ങനെയാണ് നീ വീട്ടിനകത്ത് കയറിയത്? സുധി വേണ്ട, വീട്ടിലേക്ക് സുധി. ഓ ജഗതി, സത്യോടെ എനിക്കറിയില്ല സുധി. അവനായിട്ട് വന്നതാ ഞാൻ. അവനായിട്ട് വന്നാ നീ ഞങ്ങളായിട്ട് കൊണ്ടുവിടാം. വന്ന പോലെ അവൻ തിരിച്ചു പോലെന്നേ ഉള്ളൂ. ഇവന്റെ കൈയും കാലും തലോടിച്ചേക്കടാ സുധി. അയ്യോ അമ്മ, എത്തി. അയ്യോ അച്ഛ, അമ്മ, എല്ലാവരും എവിടെയാ? അയ്യോ ഹരി, എന്താ പറ്റി? ഹരി കണ്ണ് തുറക്കടാ. ഹരി കണ്ണ് തുറക്കരി. എന്താ പറ്റിയൊന്നും പറയാ ഹരി. അച്ഛനമ്മ എവിടെയാ? ഹരി എന്തെങ്കിലും ഒന്ന് പറയടാ. ചെക്കോ, ഇതാവനാ തേജസിന്റെ അച്ഛന്. അവനെ കണ്ടതാ. നമ്മുടെ അച്ഛനമ്മ പോയല്ലോ. ഞാൻ ഹരി തേജ് വേണോ? ഹരി അവനെന്നെ ചതിക്കുകയായിരുന്നല്ലേ. എന്റെ പ്രണയം മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. ഇനി അവനോടുള്ള എന്റെ വാശിയും വൈരാഗ്യവും കാണും. കൊല്ലും ഞാൻ അവനെ. ഇഞ്ചിഞ്ചായ കുടുംബത്തെ മൊത്തം ഞാൻ തീർത്തിരിക്കും. ഞങ്ങൾ രണ്ടുപേരുടെയും കൺമുന്നില്ല ഞങ്ങളുടെ അച്ഛനമ്മയും. എനിക്കത് കാണാൻ പോലും പറ്റി. എന്റെ അച്ഛനമ്മ പാവായിരുന്നു. തേജസിനെ സ്വന്തം മകനായിട്ട് കണ്ടത്. അവന്റെ കൈ കൊണ്ട് തന്നെ അവൻ അവരെ കൊന്നു. ഇല്ല, എന്റെ തേജസ് ഒരിക്കലും അവന് ചെയ്യില്ല. നിന്റെ അച്ഛനമ്മ അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള് അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. നിന്റെ ബ്രേക്കപ്പ് ചെയ്യാനുള്ള കാരണം അത് അവന്റെ ഡാഡിയാ. ഡാഡി പറഞ്ഞ് മനസ്സിലാക്കും മോനെ, നിനക്കൊരു ഭാവി വേണ്ടേ, കുട്ടികൾ വേണ്ടേ? ആ ചെറുക്കനായിട്ട് എങ്ങനെയാടാ അവൻ നിന്റെ പണത്തെ മാത്രം സ്നേഹിക്കുന്നുണ്ടാവുക. ജഗുവിനെ കുറിച്ച് ഡാഡിക്ക് എന്തറിയാം? ജഗുവിന് പണമല്ല ഞാൻ ഇമ്പോർട്ടൻ്റ്. അവൻ ആരാണെന്ന് എനിക്കറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്നെ മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ മോൻ അവനായിട്ട് ഒരു ബന്ധം പാടില്ല. ഞാൻ അങ്ങനെ എന്നെ എതിർത്തിട്ട് നീ പോവാനാണെങ്കിൽ അവൻ നരകിക്കുന്നതായിരിക്കും നീ കാണുന്നത്. ഡാഡി ഭീഷണിപ്പെടുത്തിയ ഞാൻ അവനെ കാണാതിരിക്കുന്നതാണ് വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. എൻ്റെ ജീവിതം, എൻ്റെ പ്രണയം എല്ലാം അവൻ മാത്രമാണ്. ഡാഡി എതിർത്താലും ഞാൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കും. തേജസ്, നീ എന്നെ എതിർത്ത് അവൻ്റെ കൂടെ പോവാനാണെങ്കിൽ രണ്ട് വാണിങ്ങേ ഞാൻ തരുള്ളൂ. ഒന്ന്, എന്നെ എതിർത്ത അവൻ്റെ കുടുംബത്തെ ഞാൻ ആദ്യം വേദനിപ്പിക്കും. പിന്നെ നീ എന്നെ എതിർത്തുകൊണ്ട് അവൻ്റെ കൂടെ പോവാനാണെങ്കിൽ ഒന്നടക്കം ഇല്ലായ്മ ചെയ്യും ഞാൻ ആ കുടുംബത്തെ. അറിയില്ല നിനക്ക് ഈ ഡാഡിയെ. ചെറിയച്ഛൻ്റെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ മുറിവേൽപ്പിച്ചെങ്കിലും അവൻ ഭയപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൻ നിന്നെ തേടി വീണ്ടും വന്നു. പക്ഷെ അത് നിന്റെ ജീവൻ ആപത്തായി മാറുമെന്ന് അവൻ മനസ്സിലാക്കിയ നിമിഷം. സർ, എന്തിനാ ജഗദേവിന് 1 മാസത്തെ സസ്പെൻഷൻ? അതിന് മാത്രം വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ. അതിന് മാത്രം തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കും അറിയാം. ഞാൻ ഈ കോളേജിന്റെ വെറും ഒരു പ്രിൻസിപ്പൾ മാത്രം. എന്നെക്കാട്ട് മുകളിൽ ഒരുപാട് പേരുണ്ട്. അവരെ ആജ്ഞാപിച്ച എനിക്കത് ചെയ്തേ പറ്റൂ. സാർ എന്താ പറഞ്ഞു വരുന്നത്? തേജസ്, നിങ്ങളൊക്കെ എൻ്റെ മക്കളെ പോലെ. അതുകൊണ്ട് പറയാം, നീയും ജഗന്നാഥും തമ്മിലുള്ള റിലേഷനൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ജഗന്നാഥിൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ലത്. നീയായിട്ട് ആ ചെറുക്കൻ്റെ ഭാവി തുലയ്ക്കരുത്. ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളെല്ലാം വെറുതെ ആണെന്നാണോ? അപ്പോൾ ഇവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഡാഡിയുടെ കാരണമാണോ? ഇല്ലാത്ത കാരണം കൊണ്ട് ബ്രേക്കപ്പ് ഉണ്ടാക്കിയത്
നിന്റെ ജീവിതവും നിന്റെ ജീവനും വേണ്ടിയായിരുന്നു. എന്നിട്ട് അവന് സമാധാനം ചിരിക്കുമ്പോഴാണ് വീണ്ടും നീ അവനെ തേടിയെത്തിയത്. എന്താ സുധി, ആ ചെറുക്കൻ ചത്തോ? ഇല്ല അങ്കിൾ, അവന് പാതി ജീവൻ ഇപ്പോഴുണ്ട്. അവൻ തോറ്റു തരാൻ തയ്യാറല്ല. പോക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് ഒന്നടങ്ങ് തോൽപ്പിച്ചേക്കാം. അവനിനി എൻ്റെ മോനെ തേടി വരരുത്. അവൻ്റെ കുടുംബത്തെ മൊത്തം അങ്ങ് തീർത്തേക്ക്. ഹലോ, എനിക്ക് പേടിയാവുന്നു. ഡാഡ് അവരെല്ലാവരും ഇല്ലാതാക്കുമെന്ന് പറയും. ഞാൻ അങ്ങോട്ട് പോവാ. എനിക്ക് പോകണം. ഞാൻ അവരെ രക്ഷിക്കും. ഹലോ ടീച്ചേഴ്സ്, എടാ എന്താ നീ പറയുന്നത്? ചെറിയ ഹലോ, എടാ എൻ്റെ ഫോൺ കിട്ടുന്നില്ല. ഈ ചെറുക്കൻ എന്തൊക്കെ പറഞ്ഞിട്ട് പോയത്? വല്ല ആപത്തിന് ചെന്ന് പെടുമെന്ന് എനിക്ക് പേടിയാവുന്നു. ഞാൻ ഭാര്യ ഒന്ന് വിളിക്കാം. എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ ദൈവമേ. ആരാ? എന്താ വേണ്ടത്? ഹലോ മാം, ഞാൻ ചന്ദ്രശേഖരൻ, തേജസിന്റെ ടാടയാ. ഓ അതെയോ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അകത്തേക്ക് കയറി വരും എന്തായാലും. ഇരിക്കും, ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് വരാം. ഹലോ, ഞാൻ ജഗദേവന്റെ ഫാദറാണ്, കിരൺ. പിള്ളേർ തമ്മിലെന്ത് പ്രശ്നമാണ് തോന്നുന്നു. ജഗദേവ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് തങ്ങളുടെ പ്രതീക്ഷിച്ചില്ല. ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യാനാ എനിക്കിഷ്ടം. മോനവിടെയുള്ളത് എനിക്കറിയാം. അവനെ വിശദമായിട്ട് എൻ്റെ പിള്ളേർ കാണുന്നുണ്ട്. ചുറ്റി വലിച്ച് കാര്യങ്ങൾ പറയാനൊന്നും എനിക്കിഷ്ടമല്ല. ഇതിനു വേണ്ടിയല്ലേ? ഇത് ബ്ലാങ്ക് ചെക്കാ, എഴുതിയെടുത്തോളൂ. ചെക്കോ? ഇതെന്തിനാ? മോനെ പറഞ്ഞു വിട്ടിട്ട് തന്തെടുത്ത് അഭിനയിക്കുന്നുണ്ടല്ലേ? സുധി, തലയിരിക്കുമ്പോൾ വാലാടാൻ ശ്രമിക്കരുത്. സോറി അങ്കിൾ, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. ഇതിലെത്ര എമൗണ്ട് വേണമെങ്കിലും എഴുതിയെടുക്കാം. നിങ്ങളുടെ തല തെറിച്ചവൻ എൻ്റെ മോൻ്റെ പിന്നാലെ ഇനി വരരുത്. അതിനു വേണ്ടിയത് എൻ്റെ സമ്പാദ്യം മുഴുവൻ വേണമെങ്കിൽ തരാം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, നിങ്ങൾ തേജസിൻ്റെ അച്ഛനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാന്യമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. എൻ്റെ മകൻ നിങ്ങളുടെ മകനെ ഇഷ്ടപ്പെട്ടത് പണത്തിന് വേണ്ടിയാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ മക്കൾ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് അവരെടുക്കും തീരുമാനം. അവർക്ക് ജീവിക്കാൻ വേണ്ടിയെന്നുള്ളത്. അതിലിടപെടാൻ താനും ഞാനൊന്നും ഒരാളല്ല. ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഈ വീടിൻ്റെ പടി താൻ ചവിട്ടി പോകരുത്. വാട്ട് എ ഫിലിമി ഡയലോഗ്. ഞാനിവിടെ വന്നത് നിങ്ങളുടെ ഈ ഡയലോഗ്സിൽ മയങ്ങാനല്ല, എൻ്റെ മോൻ്റെ പിന്നിൽ കൂടിയിരിക്കുന്ന കരിനിഴൽ ഇല്ലാതാക്കാനാ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. മര്യാദയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് എൻ്റെ വഴി നോക്കിയല്ലേ പറ്റൂ. സുധി, ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാടില്ല. അഫ്കോഴ്സ് അങ്കിൾ, ഇവിടുന്ന് ശബ്ദം പുറത്ത് പോലും കേൾക്കില്ല. ഏട്ടാ, ഇയാളിത് എന്തൊക്കെ പറഞ്ഞു പോകുന്നത്? നമ്മുടെ മോന് ഇതുവരെയായിട്ട് വന്നില്ലല്ലോ. അയാൾ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ, നമ്മുടെ മോൻ എന്തായാലും വരും. എൻ്റെ ഫോൺ റൂമിലാ, ഞാൻ അതൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഹരിയോട് ഒന്ന് റെഡി ആയി നിൽക്കാൻ പറ. നിങ്ങളൊക്കെ ആരാ? നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? അമ്മേ, അച്ഛാ, അത് ടീച്ചേഴ്സ് അല്ലേ? ഡാഡാ, സുധിയോട് വരാൻ പറ, നമുക്ക് പോവാം. എൻ്റെ പിന്നാലെ തന്നെ പോന്നല്ലോ നീ. സുധി വരുമ്പോൾ വരും, നീ എൻ്റെ കൂടെ വാ. ഡാഡാ, ഡാഡാ പ്ലീസ് ഡാഡാ, ഞാൻ അവൻ്റെ കൂടെ പോവില്ലെന്ന് പറഞ്ഞതല്ലേ. ഈ ഫാമിലി ഒന്നും ചെയ്യില്ല ഡാഡാ, വിട്ടിക്കവര്. ഞാൻ ഡാഡയുടെ കാലം പിടിക്കാം. ഡാഡാ, എൻ്റെ അമ്മയാവതി പ്ലീസ് ഡാഡാ. അവ നിന്നെ തേടി വന്നില്ലേ? ടീച്ചേഴ്സ്, ടീച്ചേഴ്സ്. മോനെ ഹരി, മോനെ അമ്മയ്ക്ക് പേടി വന്നടാ. അമ്മ വാങ്ങി, നമുക്ക് അങ്ങോട്ട് പോവാം. ഓടി പോകുന്നത്. ഓഹോ ഹരി, മോനെ എനിക്ക് മോൻ ഹരി, അമ്മയുടെ മോനെ ചോര വേണ്ട. ഹരി, ഹരി. അമ്മ, അച്ഛ, നീ ഇത് എങ്ങോട്ട് പോകുന്നു? ഇവിടെ വാടാ. ഡാഡ പ്ലീസ് ഡാഡ, അവരെ വീട്ടിൽ മാറിയിട്ട് ഒന്നും ചെയ്യില്ല ഡാഡ. ഞാൻ ഡാഡ പറയുന്നത് എല്ലാം അനുസരിക്കാം. അവർക്ക് വേണ്ടി നീ എൻ്റെ അടുത്ത് കെഞ്ചുന്നോടാ. അവരെ ഞാനിനി ജീവനോടെ വിടില്ല. എൻ്റെ മോൻ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേ. അത് അതിന് എന്താ പറ്റി നിങ്ങൾക്ക്?
കരയേണ്ട മിസ്റ്റർ കിരൺ, നിങ്ങൾക്ക് അവരുടെ ഒപ്പം പോവാം. അങ്കിൾ എല്ലാം ഓക്കെയാണ്. അല്ലെങ്കിൽ ടീച്ചറിൻ്റെ എന്ത് പറ്റി? അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിലേക്ക് എടുത്തേക്ക്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തെളിവൊന്നും ബാക്കി വെക്കരുത്. കത്തിച്ച് ചാരാക്കിയേക്ക് എല്ലാത്തിനും. അവനെ ചതിച്ചിട്ടില്ല. ഞാൻ നാട്ടിലെത്തി ഹോസ്പിറ്റൽ ICU കിടക്കുന്ന എൻ്റെ തേജുവിനെ ഞാൻ കാണുന്നത്. ഒരാഴ്ച അവൻ ആശുപത്രി കിടന്നത് ബോധം പോലില്ലാതെ. ബോധം വന്നതിന് ശേഷം അവൻ ഇങ്ങനെയായിരുന്നു, ഒന്നും ഓർമ്മയില്ലാതെ. നിന്നെ അവൻ ചതിച്ചിട്ടില്ല. നിന്നെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എൻ്റെ പാവനിയൻ. മഹി കരയിലെ മഹി, എന്തേലും തെറ്റുണ്ട്. തേജു അവിടെ എന്തിനാ വന്നത് പോലും നോക്കാതെ ഞാനതെല്ലാം ചേട്ടത്ത് പറഞ്ഞത്. അതുകൊണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ. നീ കരയില്ലേ ജേജെ? എന്തിനെല്ലാരും കരയുന്നേ? ജേജെ, ഞാൻ ഇത്ര വലിയ തെറ്റ ചെയ്തത്. എന്റെ ബേബിയിൽ ഞാൻ എത്ര വേദനിപ്പിച്ചു. എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് എന്നോട് തന്നെ ഉറപ്പും വെറുപ്പും ദേഷ്യം തോന്നുക. ഹരി അവൻ എന്നോട് ക്ഷമിക്കൂ ഹരി. സോറി. ഒരു സോറി ഉള്ളൂ. ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമാവില്ല. ഞാൻ കാരണം എന്റെ തേജസ് എത്ര സഫർ ചെയ്തു. സ്വന്തം മകനെന്ന് പോലും നോക്കാതെ എങ്ങനെ എന്റെ തേജസ്സിനോട് അവൻ എങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. അയാൾക്കൊരു മനസ്സാക്ഷിയില്ല. ശരിക്കും അയാളെ പോലെ ഞാൻ എന്റെ തേജസ്സിനെ ഞാൻ തന്നെ. മഹി എന്റെ തേജസ്സിനെ പഴയ പോലെ ആക്കിയെടുക്കാൻ പറ്റില്ലേ? എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോവാം. എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാം. പറ്റില്ല മഹി. അത് ഒരിക്കലും അവൻ പഴയ പോലെ ആവില്ല. വിദേശത്തും സ്വദേശത്തും എല്ലാ ഡോക്ടർമാരും ഞങ്ങളെ കാട്ടി തന്നെയാ. എല്ലാവരും ഒരു മറുപടി പറഞ്ഞത് അവൻ പഴയ പോലെ ആവില്ലെന്ന്. അയാൾ അന്നിട്ട് അടിക്കുന്ന സമയത്ത് അവന്റെ തലപിടി പിടിച്ചിട്ടുണ്ട്. ഷോക്ക് കൊണ്ട് മാത്രമല്ല, അങ്ങനെ അയാൾ ചെയ്ത എല്ലാ തെറ്റിനുള്ള ശിക്ഷ എന്റെ അനിയനാണ് അനുഭവിക്കുന്നത് ഇപ്പോ. മേ ബി ഞാൻ ചെയ്ത തെറ്റ് അത് നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. നീ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നു, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. എന്റെ അച്ഛനമ്മ എൻ്റെ കൂടില്ലാത്തതിൻ്റെ വിഷമവും ദേഷ്യവും എല്ലാം ഞാൻ നിന്റെ അടുത്ത് തീർത്തത്. അറിഞ്ഞല്ലായിരുന്നു നീ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിനക്ക് ചെയ്തത്. നീ എന്നെ ഇട്ടിട്ട് പോവരുത്. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റൂ. കരയണ്ട മഹി, കരയണ്ടെന്ന് പറ. ഞാൻ ക്ഷമിച്ചു. ജെ നീ പറഞ്ഞതും ചെയ്തതും എല്ലാം അവന് ക്ഷമിക്കാൻ കഴിയും. കാരണം അവന്റെ മനസ്സിപ്പോ കുട്ടികളുടെ മനസ്സാ. നിന്നോട് പ്രതികാരം ചെയ്യാനോ വൈരാഗ്യം വീട്ടാനൊന്നും അവൻ നിൽക്കത്തില്ല. I'm sorry, babe. I'm really sorry. നിന്നെ ഞാൻ പൊന്നുപോലെ നീ നോക്കിക്കോളാം. ആർക്കും ഞാൻ തന്നെ വിട്ടു കൊടുക്കില്ല. എന്നെ നിന്ന് ആർക്കും നിന്നെ തട്ടിയെടുക്കാനും ഞാൻ സമ്മതിക്കില്ല. നീ എന്റെ മാത്രം. എന്നെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. I love you so much. അങ്കിൾ, തേജസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മിസ്റ്റർ ജെയുടെ കസ്റ്റഡിയിലാണ് തേജസ് ഉള്ളത്. ജെ മാഫിയ. അവൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുക എൻ്റെ മകനെ തിരിച്ചു തരാൻ വേണ്ടി. അഥവാ അവനൊന്നിനും വഴങ്ങുന്നില്ലെങ്കിൽ അവനെ നമ്മുടെ ഗോഡൌണിലേക്ക് എത്തിക്കാനുള്ള വഴി നോക്ക്. വൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ, അറിയമാൻ പേട പോലെ നീ എന്റെ അരികെ വന്നൊന്നു
സല്ലാപം ആലോ ഡാ അഴിച്ചു വിടറോ. ആരാടാ നീയൊക്കെ? നിനക്കൊക്കെ എന്താ വേണ്ടത്? ഞാൻ ആരാണെന്ന് ശരിക്കും നീ അറിയൂ. അഴിച്ചു വിടാൻ. ഡാ നീ ആരാന്ന് അറിഞ്ഞോണ്ടാടാ നീ ഇവിടെ കിടക്കുന്നത്. നീ ചത്തില്ലായിരുന്നോ? എന്തായാലും അന്ന് എനിക്ക് സഫലമാക്കാൻ പറ്റാത്ത കാര്യം ഇന്ന് ഞാൻ ചെയ്തു തരാം. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് അയച്ചു തരാടാ. അതിനു മുന്നേ ഞാൻ നിന്നെ തീർക്കൂടാ. നിനക്ക് വേണ്ടിയാ ഞാൻ എത്ര നാള് കാത്തിരുന്നത്. സുധി മോനെ, ഡാ പുലി, നീ ഇപ്പൊ ആരാടാ? ചന്ദ്രശേഖരൻ സാറിന് ഞങ്ങളെ മനസ്സിലായില്ലെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നിർത്തടാ പുല്ല്, നീ ആരാ? എന്റെ മോനെ തൊട്ടതും പോരാഞ്ഞ് എന്റെ ചെറുക്കനിപ്പോ ഒന്നും ഇല്ലാതാക്കുകയും ചെയ്തു. നീയൊക്കെ നിനക്കൊക്കെ എന്താ വേണ്ടത്? പണമാണോ? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ മോനെ എനിക്ക് താ. അവനെ ഞാൻ ഒന്നും ചെയ്യരുത്. അവനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, പണം 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 കൊണ്ടെല്ലാം നേടിയെടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ തനിക്ക്? താൻ എന്ത് വേണമെങ്കിലും തരുമല്ലോ തന്റെ മകന് വേണ്ടി. എന്നിട്ടാടോ എനിക്ക് തന്റെ ജീവൻ എന്റെ കൺമുന്നിൽ കിടന്ന് പെടയുന്നത് എനിക്ക് കാണണം. തന്റെ ഹൃദയം ഉണ്ടല്ലോ, അത് എടുത്തങ്ങ് എനിക്ക് പുറത്തേക്ക് കാണിച്ചതാ. ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീയൊക്കെ ആരാ? മുന്നിൽ നിന്ന് കളിക്കാതെ പിറകിൽ നിന്ന് കരുക്കൾ നോക്കി തനിക്ക് അറിയണ്ടാവില്ല ഞാൻ ഇവനൊക്കെ ആരാണെന്നുള്ളത്. തന്നെ ഇങ്ങനെ എന്റെ തോക്കിന്റെ മുന്നിൽ കിട്ടിയപ്പോണ്ടല്ലോ എനിക്ക് വല്ലാത്ത ഹരം തോന്നുന്നുണ്ട്. ഈ ബുള്ളറ്റ് തന്റെ നെഞ്ചിൽ തുളഞ്ഞു കയറുന്നത് കാണാൻ. ജയജി വേണ്ട ചേച്ചി, നീ ഇയാളെ പോലെ ആവാൻ നിൽക്കരുത്. മഹി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ പോയേ. മഹി മോനെ, നിനക്കറിയോ എന്റെ തേജസ് എവിടെയാന്ന്? മോനെന്ന് പിടി. അത് കേൾക്കുമ്പോഴേ എനിക്ക് അറപ്പ് തോന്നാ ചെറിയച്ഛന് ഇപ്പഴും ഇവനെ പിടികിട്ടിയില്ലേ? ഇവനാ ചെക്കനാഥ് ചെയ്ത് തേജസിന്റെ ജഗ്ഗു. താൻ കൊല്ലാൻ നോക്കിയവനാ. കണ്ടല്ലേ, നിങ്ങളുടെ മുന്നിൽ തന്നെ നിവർന്ന് നിൽക്കുന്നുണ്ട്. എന്താ മിസ്റ്റർ ചന്ദ്രശേഖരൻ, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവസാനമായിട്ട് ഞാൻ തോറ്റ് നിന്റെ മുന്നിൽ നിൽക്കുക. പക്ഷെ തോൽക്കാൻ എനിക്ക് സൗകര്യമില്ലടാ. ഈ ചന്ദ്രശേഖരൻ ഒരുത്തിന്റെ മുന്നില് ഭയന്നിട്ടില്ല. അത് മരണമായാൽ പോലും. നിന്റെ ഈ ബുള്ളറ്റ് എന്റെ നെഞ്ചിന് നേരെ വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. മഹി, നീ എന്നെ പറഞ്ഞ് ഇവനെ കൊല്ലണ്ടെന്ന് കണ്ടില്ല അവന്റെ അഹങ്കാരം. ഇപ്പോഴും എന്റെ അച്ഛനമ്മയും കൊന്നതിന്റെ ഒരു തുണ്ട് വിഷമോ ഒരു കുറ്റബോധം പോലും അവന്റെ മുഖത്ത് കാണുന്നില്ല ഞാൻ. ഇനി ഞാൻ അവനെ കൊല്ലാതിരിക്കണമെന്നാണോ നീ പറയുന്ന മഹി? എത്രയായി അയാളുടെ ചെറിയച്ഛനായി പോയില്ലേ? എനിക്ക് പറ്റുന്നില്ല ഇതൊന്ന് കണ്ടു നിൽക്ക. ചേച്ചി, നീ നിയമത്തിന്റെ വഴി തേടുന്നതല്ലേ നല്ലത്. ഇയാളെ കൊന്ന് എന്തിനാ വെറുതെ? നീ തേജിനോട് എന്ത് പറയൂ? നിയമത്തിന്റെ വഴിക്ക് ഇവനെ കൊണ്ടുപോയാ നമ്മൾ തോൽക്കുകയുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനമ്മയോടുള്ള നീതി പുലർത്തിയേ പറ്റൂ. അവരുടെ മകനായി നിന്നുകൊണ്ട് എനിക്കിതിന് പ്രതികാരം വീട്ടണം. തേജസിനോട് മറുപടി ഞാൻ പറഞ്ഞോളാം. അവൻ എന്നതിൽ കുറ്റവാളിയെ കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല. മോനെ തേജസ്. അമ്മേ, അച്ഛ, മഹി നീ എവിടെയാ? നീ എങ്ങനെ വന്നു? ഞാനവനെ കൊണ്ടുവന്നത്. ഞാനവനെ വണ്ടിയിലെടുത്ത് പോന്നതാ. തേജ് എന്തിനാ അങ്ങോട്ട് വന്നത്? എന്താ മഹി, നീ ഇങ്ങനെ വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലോ? ഇവിടെ എന്താ നടക്കുന്നെന്ന് അറിയില്ലേ? എന്നിട്ടാ തേജസിനെ കൂട്ടി വന്നത്? ആ ഡാഡാ, ഐ തേജ് അങ്ങോട്ട് പോവല്ലേ. ദാ പുതച്ച് കിടക്കുന്നുണ്ടല്ലേ, കണ്ണടച്ചിട്ട് ഉറങ്ങാ. ഉറങ്ങുമ്പോ ശല്യം ചെയ്യാൻ പാടുണ്ടോ? ചേച്ചിന് ഡാഡ അടുത്തേക്ക് പോണോ? ഡാഡ പറഞ്ഞിട്ട് ഉറങ്ങുന്നവരെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന്. ഡാഡ ഉറങ്ങിക്കോട്ടെ. ഡാഡ എപ്പോഴേ എണീക്കുക? ഡാഡ എപ്പോഴേ എണീക്കാന്ന് ആർക്കും അറിയില്ല. നല്ല ഉറക്കത്തിലല്ലേ. എന്തായാലും നമുക്കിപ്പോൾ പോവാം. ചേച്ചിന് വിശക്കുന്നില്ലേ? നല്ലോണുണ്ട്. എന്നപ്പാ നമുക്ക് പോവാന്ന്.